ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എം കോഡിംഗ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിയാക്ട് ട്യൂട്ടോറിയൽ ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെ നമ്മൾ ഫംഗ്ഷന് ഈ കസ്റ്റം കോമ്പോണന്റിനകത്തോട്ട് പാസ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കിയത്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഫംഗ്ഷൻ അതിനകത്ത് നമുക്ക് ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ കസ്റ്റം കോമ്പൗണ്ടിനകത്ത് ഓൺ സെലക്ട് എന്ന് പറഞ്ഞ ഒരു കസ്റ്റം ആട്രിബ്യൂട്ടിനകത്ത് ഒരു ഓൺ സെലക്ട് ഹെഡർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത് കോപ്പി ചെയ്തിട്ട് ബാക്കിയുള്ള ടാബ് ബട്ടൺസിനകത്തോട്ട് ഞാനിങ്ങനെ ഓൺ സെലക്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആഡ് ചെയ്യാൻ പോകും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ബട്ടൺ ക്ലിക്ക് ചെയ്തെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, സോ അതെങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? അതായത് ഏത് കോമ്പോണന്റിലെ ബട്ടൺ ക്ലിക്ക് ചെയ്തത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുമെന്ന് നോക്കിയതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ആർഗ്യുമെന്റ് പാസ് ചെയ്യണം. ഓക്കെ, സോ നമ്മളിവിടെ ഓൺ സെലക്ട് ഹെഡർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാനൊരു ആർഗ്യുമെന്റ് പാസ് ചെയ്യാൻ പോകും. കോമ്പോണന്റ് അല്ലെങ്കിൽ ബട്ടൺ നെയിം എന്ന് പറഞ്ഞു. ഓക്കെ, സോ ഈ ബട്ടൺ നെയിം എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആയിട്ടായിരിക്കും. അതെന്ന് പറഞ്ഞാൽ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ടെക്സ്റ്റ് ആണെന്ന് പാസ് ചെയ്യണം. അതായത് കോമ്പോണൻസ് ആണോ ക്ലിക്ക് ചെയ്തതെന്ന് അറിയണം. ഇപ്പൊ ഞാൻ ഈ ബട്ടൺ ആണ് ക്ലിക്ക് ചെയ്തെങ്കിൽ JSX ആണെന്ന് അറിയണം. അതുപോലെ പ്രോപ്സിന്റെ ബട്ടൺ ആണ് ക്ലിക്ക് ചെയ്തെങ്കിൽ പ്രോപ്സ് എന്ന് പറഞ്ഞാൽ അലേർട്ട് കാണിക്കണം. ഓക്കെ, ഇവിടെ ഞാൻ ഈ ക്ലിക്ക്ഡ് എന്ന് പറഞ്ഞ ഒരു ഹാർഡ് കോഡ് മാറ്റിയിട്ട് ഞാനിവിടെ ബട്ടൺ നെയിം ഇവിടെ ആർഗ്യുമെന്റ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. ഇനി നമ്മൾ എങ്ങനെ ഇതിനകത്തോട്ട് പാസ് ചെയ്യാന്നാണ്. സോ ഇവിടെ പാസ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ ഈ ഫംഗ്ഷന്റെ ഇവിടെ നമ്മളൊരു ഇതിന്റെ ഫംഗ്ഷൻ നെയിമിന് തൊട്ട് മുന്നേ നമ്മൾ ഇവിടെ ഒരു ആരോ ഫംഗ്ഷന് കൊടുക്കും. ഓക്കെ, ഇങ്ങനെ ഒരു ആരോ ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ നമ്മളിവിടെ നമുക്ക് ഈ ഒരു ഫംഗ്ഷന് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഇതിന് കഴിഞ്ഞിട്ട് നെയിം കഴിഞ്ഞിട്ട് നമുക്കിവിടെ പാരാന്തസിസ് ആഡ് ചെയ്യാം. മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഫംഗ്ഷൻ നെയിമിന്റെ കൂടെ പാരാന്തസിസ് ആഡ് ചെയ്യല്. കാരണം എന്ന് പറഞ്ഞാൽ കോമ്പോണന്റ് റെൻഡർ ചെയ്യുമ്പോൾ ഫംഗ്ഷൻ ഓട്ടോമാറ്റിക്കലി ട്രിഗർ ആവും. പക്ഷെ ഇവിടെ നമ്മൾ ആരോ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ കോമ്പോണന്റ് റെൻഡർ ചെയ്യുമ്പോൾ ഫംഗ്ഷൻ ഒരിക്കലും ട്രിഗർ ചെയ്യില്ല. ഓക്കെ, സോ നമ്മൾ ഇത് ഇത് നോർമൽ ഫംഗ്ഷൻ ആണ്. സോ ഈ നോർമൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഈ ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്ന രീതിയിൽ എഴുതാം. ഓക്കെ, സോ ഞാൻ ഇവിടെ സ്ട്രിങ് ആയിരിക്കും പാസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ കോമ്പോണൻസ് എന്ന് പറഞ്ഞായിരിക്കും കോമ്പോണൻസ്. ഓക്കെ, സോ ഈ ഫംഗ്ഷനകത്ത് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കോമ്പോണൻസ് ആയിരിക്കും അലേർട്ട് ചെയ്യുന്നത്. സോ അതുപോലെ ഞാൻ ബാക്കി എല്ലാത്തിലും അങ്ങനെ ആയിരിക്കും ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് മറ്റേ കോമ്പോണൻസ് മാറ്റിയിട്ട് ഇവിടെ JSX അതുപോലെ പ്രോപ്സിന് ഇവിടെ വെച്ചിട്ട് നോഡ്. ഓക്കെ, അപ്പൊ ഞാനിത് സേവ് ചെയ്യാം. ഓക്കെ, സേവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ നമ്മളിവിടെ 5000 ഇതിന്റെ URL ലോക്കൽ ഹോസ്റ്റ്. ഞാനിവിടെ കോമ്പോണൻസ് ക്ലിക്ക് ചെയ്താൽ കോമ്പോണൻസ് ആയിരിക്കും അലേർട്ട് ചെയ്യുന്നത്. JSX ക്ലിക്ക് ചെയ്താൽ JSX ആയിരിക്കും വരുന്നത്. അതുപോലെ പ്രോപ്സ് ക്ലിക്ക് ചെയ്താൽ പ്രോപ്സ് ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ആർഗ്യുമെന്റ്സ് നമ്മൾ ഈ ഫംഗ്ഷനകത്തോട്ട് പാസ് ചെയ്യുന്നത്. സോ നമ്മളിവിടെ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഫംഗ്ഷൻ പാസ് ചെയ്യും. അതായത് കസ്റ്റം കോമ്പോണന്റിൽ നമ്മൾ ഈ ഡേറ്റ പാസ് ചെയ്യുന്നത് പോലെ നമ്മൾ ഫംഗ്ഷൻസ് കൂടെ പാസ് ചെയ്യും. പക്ഷെ നമുക്ക് ഈ ഫംഗ്ഷൻ അറിയാം, നമുക്ക് ഫംഗ്ഷനകത്ത് ഈ ആർഗ്യുമെന്റ്സ് ഒക്കെ കാണും. ഓക്കെ, ആർഗ്യുമെന്റ്സ് പാരാമീറ്റേഴ്സ് ഒക്കെ കാണും. സോ ഇത് എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഒരു ആർഗ്യുമെന്റ് നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഈ കസ്റ്റം ആട്രിബ്യൂട്ടിനകത്ത് നമ്മളിവിടെ ആരോ ഫംഗ്ഷൻ ഇവിടെ യൂസ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ ആരോ ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ നോർമൽ ഫംഗ്ഷൻ ആയിരുന്നു. ഓക്കെ, സോ നമ്മൾ നോർമൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നോർമൽ ഫംഗ്ഷന്റെ ബ്രാക്കറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. സോ ഇങ്ങനെ ബ്രാക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ കോമ്പോണന്റ് റെൻഡർ ആയാലും
ഇത് ട്രിഗർ ചെയ്യത്തില്ല. ഓക്കെ, ആരോ ഫംഗ്ഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ. നമ്മൾ ആരോ ഫംഗ്ഷൻ ഇല്ലെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി റെൻഡർ ചെയ്യുന്ന ടൈമിൽ തന്നെ ഇത് ഓട്ടോമാറ്റിക്കലി ട്രിഗർ ആയി പോകും. സോ അത് അവോയ്ഡ് ചെയ്യാനാണ് നമ്മളിവിടെ ആരോ ഫംഗ്ഷൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ആരോ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ നോർമൽ ഫംഗ്ഷൻ ആണ് ഇവിടെ കൊടുക്കുന്നത്. സോ ഇവിടെ നമുക്ക് ബ്രാക്കറ്റിനകത്ത് നമുക്ക് എത്ര പാരാമീറ്റേഴ്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. സോ ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ആർഗ്യുമെന്റ് ഉണ്ട്. സോ ഈ ആർഗ്യുമെന്റ് നമ്മളിവിടെ പാസ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ അലേർട്ട് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ആരോ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. സോ ഇത് ആക്ച്വലി റിയാക്ടിന്റെ മെത്തേഡ് അല്ല, ഇത് പ്യൂർ ജാവാസ്ക്രിപ്റ്റിന്റെ സംഭവമാണ്. ഓക്കെ, ഈ ആരോ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് ജാവാസ്ക്രിപ്റ്റ് രീതിയിലാണ് ചെയ്യുന്നത്. ഇത് റിയാക്ടിന്റെ ഇൻബിൽഡ് കോഡ് അല്ല, ഇത് ജാവാസ്ക്രിപ്റ്റിന്റെ ടൈപ്പാണ് നമ്മളിവിടെ ആരോ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫംഗ്ഷൻസ് എങ്ങനെ നമുക്ക് ഇതിനകത്തോട്ട് കസ്റ്റം കമ്പോണന്റിനകത്ത് പാസ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ പാരാമീറ്റേഴ്സ്, ഓക്കെ, ഫംഗ്ഷനകത്ത് നമുക്ക് എങ്ങനെ പാരാമീറ്റേഴ്സ് ആഡ് ചെയ്യാന്നുള്ളത്.